ഹലോ വെൽക്കം ബാക്ക് ടു ലഷ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിന് നമുക്ക് ഇത്രയും സാധനങ്ങളുടെ ആവശ്യമുണ്ട്. സോ നമുക്ക് ആദ്യം ഈ റിങ്ങിലേക്ക് നമ്മുടെ പേപ്പറിന് ഒന്ന് ചുറ്റി കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പി വളരെ തിന്നാണ്, നമുക്കതിലേക്ക് കുറച്ച് തിക്നെസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പേപ്പർ ചുറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി റിങ്ങൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് അതിലേക്ക് നമ്മുടെ നൂല് ചുറ്റി കൊടുത്താൽ മതിയാവും. പക്ഷേ ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തിക്നെസ് കൊണ്ടുവരണം. അതിനാണ് ഇങ്ങനെ പേപ്പർ ചുറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കിപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വുളൻ ത്രെഡിനെ ഇതേപോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടായിട്ട് ഇതിനെ നമ്മളിപ്പോൾ പേരിനെ കവർ ചെയ്തതുപോലെ തന്നെ ഈ വുളൻ ത്രെഡിലെയും ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിതിനെ നന്നായിട്ട് എല്ലാ ഭാഗവും കവറാവുന്നത് പോലെ തന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്കിതിലേക്ക് നോട്ടിട്ട് കൊടുക്കാം. സോ ഗൈസ്, നമുക്കിതിനെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെബ് ഉണ്ടാക്കണം. സോ ആദ്യം നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 നോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് വേഗം ഊരിപ്പോയില്ലെങ്കിൽ. എന്നിട്ടായിട്ട് അതിനെ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തിലൂടെ എടുക്കാം. നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഒരേ രീതിയിൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നോക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ടാകും. സോ കറക്റ്റ് വരുന്നത് പോലെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത
ത്രെഡിൻ്റെ അകത്തിലൂടെ ഇട്ടെടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൂലിനെ കുറച്ചും കൂടി വലിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അതിലൂടെ ലൂസായിട്ട് നിൽക്കും. ഇതുപോലെ തന്നെ നമ്മൾ റിങ്ങിൻ്റെ മിഡിൽ പോർഷനിൽ വരെ എത്തുന്നത് വരെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ മാത്രം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വരുമ്പോൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിനെ പറ്റി എന്തെങ്കിലും സജഷനോ അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ പ്ലീസ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മളിപ്പോൾ മിഡിൽ പോർഷനിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മളിത് ചെയ്ത് കൊടുക്കുക. എന്നിട്ടായിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതിൻ്റെ നൂൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ലൂസായി കിടക്കാൻ പാടില്ല. സോ നന്നായിട്ട് വലിച്ചിട്ട് ടൈറ്റിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ടായിട്ട് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റോൺ ഇട്ടതിന് ശേഷം നമുക്കിതിനെ കെട്ടിക്കൊടുക്കാം.
സോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫോട്ടോസിനെ ഹാങ്ങിങ് ആക്കി യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് ഹോൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫെദേഴ്സിന് പകരമാണ് ഫോട്ടോസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫോട്ടോസിൻ്റെ ഹോൾസിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഈ നൂലിനെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലത്തെ റിബൺസ് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഓപ്ഷണലാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കട്ടി കൊടുക്കുക. നമുക്ക് വേണ്ട എത്ര ലെങ്ത്തിൽ വേണോ അത്ര ലെങ്ത്തിൽ എടുത്തിട്ട് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഫോട്ടോസിനെ നമുക്ക് ചെയ്തെടുക്കാം. സോ ഫ്രണ്ട്സ്, ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലും അതിൻ്റേത് കുറച്ച് കുറവുമാണ്. നമുക്കിതിനെ ലെങ്ത്തിനനുസരിച്ച് കെട്ടി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്, കാരണം എൻ്റെ അടുത്ത് കുറേ ഫോട്ടോസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എത്ര ഫോട്ടോസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് ലെങ്ത്തിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫോട്ടോസ് അറേഞ്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണുള്ളത്. ഞാനിവിടെ 18 ഫോട്ടോസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ വെക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. സോ ഗായ്സ്, നമ്മുടെ ഡ്രീം ക്യാച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമ്മളിതിനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫെദേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ ഫോട്ടോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ ഇതിനെ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇതിനെ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. സോ ഗായ്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. തുടർന്നുള്ള വീഡിയോസിന് വേണ്ടി ഇതിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.